ബിഗ് ബോസിന്റെ ഡയറക്ടർ ചിന്തിക്കുന്നുണ്ടാവുക ഇനിയിപ്പോ ഞാനൊരു 50 ദിവസം കൂടെ കൂട്ടേണ്ടി വരുമോ എന്റെ കർത്താവേ. അതെ, ഇവിടെ വന്നിട്ട് ആദ്യം വന്നിട്ട് ബിൻസി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, പോകുന്നു. അടുത്ത മസ്താനി വരുന്ന ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, അപ്പാനിയുടെ വക ഒരു പ്രശ്നം. അങ്ങനെ PR ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്ര ശക്തമായിട്ട് തെളിവുകളോടെ ഇന്ന ആളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് PR ചെയ്യുന്നതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. സത്യം പറഞ്ഞ ബോധമില്ലേ? ബോധമുള്ളവരിങ്ങനെ കാണിക്കൂല. ചേച്ചി ആരൊക്കെ ഇടയ്ക്ക് പറയുന്നത് നമ്മളിപ്പോ മത്സരാർത്ഥികളല്ല, ഗസ്റ്റ് ആയിട്ട് വന്നിട്ടാണ് ആ ഒരു ബോധം. ചേച്ചി, അങ്ങനെ ബിഗ് ബോസ് തീരാൻ ഇനി വെറും 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ വളരെ പെട്ടെന്ന് പോയി. എന്റെ ഒരു ഓർമ്മയില് ഒരു 6ാമത്തെ സീസൺ കഴിഞ്ഞിട്ട് ഒരുപാട് മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് 7ാമത്തെ സീസൺ തുടങ്ങിയത്. അപ്പൊ എല്ലാ പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ഷോ ആയിരുന്നു ബിഗ് ബോസ്. എന്ന് തുടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇതാ പുതിയൊരു സീസൺ തുടങ്ങി, അവസാനിക്കാറോ ആയിരിക്കുകയാണ്. നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ് ബിഗ് ബോസിന്. ഇപ്പൊ ബിഗ് ബോസിലെ ചേച്ചി ഉള്ള സംഭവങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പഴയ മത്സരാർത്ഥികൾ എല്ലാവരും വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ട്രോൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പോകുന്നത് ബിഗ് ബോസിന്റെ ഡയറക്ടർ ചിന്തിക്കുന്നുണ്ടാവുക ഇനിയിപ്പോ ഞാനൊരു 50 ദിവസം കൂടെ കൂട്ടേണ്ടി വരുമോ എന്റെ കർത്താവേ. അതെ, ഇപ്പൊ ഉണ്ടായിരുന്ന ആ 7 മത്സരാർത്ഥികള് എനിക്ക് തോന്നുന്നു ഒരു ഗെയിം എന്നതിലുപരി അവരൊരു സൗഹൃദത്തോടെയും വളരെ സമാധാനത്തോടെയും പോകുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ പഴയ എല്ലാ മത്സരാർത്ഥികളെയും ഇറക്കുന്നു. 1 ബോംബിടുന്നു, 2 ബോംബിടുന്നു, 3 ബോംബിടുന്നു. എനിക്ക് തോന്നുന്നു ബോംബിടാനാണ് വന്നതെന്നുള്ളതാണ്. ഈ ബിഗ് ബോസിനെ നമുക്ക് തകർത്ത് തരിപ്പണമാക്കണം. കാരണം കഴിഞ്ഞൊരു 6 സീസൺ വരെ വെച്ച് നോക്കുമ്പോൾ ഈ പഴയ മത്സരാർത്ഥികൾ വരുമ്പോൾ കുറച്ചുകൂടെ ഭയങ്കര സ്നേഹബന്ധം കൂടുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവരെല്ലാം മറ്റേ എന്ത് പറയാനായിട്ട് ഒരു പക്വതയോട് കൂടി പെരുമാറും വന്നു കഴിഞ്ഞാൽ അവരുടെ റിയൽ സ്വഭാവമായിട്ട്. ഇവിടെ വന്നിട്ട് ആദ്യം വന്നിട്ട് ബിൻസി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, പോകുന്നു. അടുത്ത മസ്താനി വരുന്ന ഒരു പ്രശ്നം പ്രശ്നക്കാരിയാണല്ലോ, അപ്പാനിയുടെ വക ഒരു പ്രശ്നം. അങ്ങനെ ഓരോരുത്തരും അടുത്ത രഞ്ജിത്തിന്റെ വക, പിന്നെ എന്താന്ന് പറയാ ചേച്ചി. എനിക്ക് ഇതെല്ലാം കണ്ടപ്പം പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചേച്ചി, എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് അനുമോളെയാണ്. അതെന്തുകൊണ്ടെന്ന് അറിയില്ല. അതില്ല, പുറത്തുനിന്ന് ഇവരെല്ലാം ന്യൂസും അറിഞ്ഞു കഴിഞ്ഞു. അത് വെച്ചുകൊണ്ടാണ് ഇവരകത്ത് ചെന്ന് ഇന്ന് കാണിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഇവര് വിചാരിക്കുന്നത് പോലെ എന്തായാലും നടക്കത്തില്ല. കാരണം ആരാണോ ഇവര് എഗ്നസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അവരുടെ വോട്ട് കൂടല്ലാതെ കാരണം ഈ ഇത്രയും ദിവസം ഇപ്പൊ അവരെല്ലാവരും ഷോയിൽ നിന്ന് പുറത്തായവരാണെങ്കിൽ പോലും അവർക്കെല്ലാവർക്കും ഇതുവരെ മത്സരം മനസ്സിലായിട്ടില്ല. എല്ലാരും വന്ന് ഒരു മത്സരാർത്ഥിനെ പെട്ടെന്ന് ഒറ്റപ്പെടുത്തുമ്പോ പുറത്ത് അവർക്കുള്ള നമ്മളിപ്പോ വെളിയിൽ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്. ഒരു പ്രശ്നം വന്നു, ഒരുത്തനെ എടുത്തിട്ട് നാട്ടുകാരെല്ലാരും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ കള്ളനോ കൊലപാതകയോ പിടിച്ചുപറിക്കാരനോ ആയിരിക്കാം, മേ ബി. പക്ഷേ എല്ലാവരും കൂടെ ഒരുത്തനെ ആക്രമിക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു സഹതാപ തരംഗം ഉണ്ടാവും. ഇത് മണ്ടന്മാർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലും ചിന്തിക്കാൻ പറ്റാത്ത മത്സരാർത്ഥികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് അവര് പോയത് 100% ശരിയായിരുന്നു എന്ന് തോന്നി പോവുകയാണ്. ഇല്ല, ഈ അവസാന നിമിഷത്തിൽ ഓരോരുത്തരെ കണ്ണുനീര് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആദിലേക്കാണെങ്കിൽ കോടം കണക്കിന് കണ്ണീര്, നമ്മുടെ അക്ബർ ആണെങ്കിൽ അക്ബർ എനിക്കറിയില്ല തോന്നുന്നുള്ളൂ ചേച്ചി. അക്ബറിന്റെ കുറച്ച് ജെനുവിനാണ് ചേച്ചി. അത് മാത്രമല്ല ഈ മത്സരാർത്ഥികളെല്ലാം വന്നത് കാരണം സത്യത്തിൽ ഈ PR എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ കൂടി ഇപ്പൊ തെളിഞ്ഞിരിക്കുകയാണ് ചേച്ചി. കാരണം എല്ലാവരും ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആവേശത്തോടെ കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവര് പറയുന്നത് വോട്ടിങ്ങിലൂടെ മാത്രം മുന്നോട്ട് പോകുന്ന ഷോയാണെന്നായിരുന്നു കഴിഞ്ഞ 6ാമത്തെ സീസൺ വരെ. PR ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്ര ശക്തമായിട്ട് തെളിവുകളോടെ ഇന്ന ആളാണ് ഇയാൾക്ക് വേണ്ടിയിട്ട് PR ചെയ്യുന്നതെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോ കറക്റ്റ് പ്രൂഫുകളോടെ, എക്സാമ്പിൾ ചേച്ചി നേരത്തെ പറഞ്ഞ ശൈത്യനെ തന്നെ എടുക്കാം. ശൈത്യ തന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അനുമോൾക്ക് ചെയ്തത്. ഇതോടെ എല്ലാം മനസ്സിലാക്കുന്നത് എന്താണ്? അതുല്യ പറഞ്ഞതുപോലെ ബിഗ് ബോസ് PR വർക്കിലാണ് ഓടുന്നത്, അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ല ഇതിപ്പോ നമ്മളെ ശൈത്യ പറയുന്നത് പോലെ PR വർക്ക് എന്ന് പറഞ്ഞ് കേട്ട് ഇപ്പൊ എന്തെന്നറിയാവോ, ഇനിയിപ്പോ എല്ലാ ഇതിലും PR-മാര് വരുമെന്നുള്ളതാണ്. കാരണം എല്ലാ പ്രേക്ഷകർക്കും തോന്നി തുടങ്ങിയാണ് അയ്യോ അപ്പൊ ഈ നല്ല മത്സരാർത്ഥികൾ ഔട്ടായി പോയത് PR-ന്റെ കളിയായിരുന്നല്ലേ എന്ന് കാരണം നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു ജിസൈലിന്റെ ഒരു
ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നില്ല. ആര്യന്റേത്, ജിഷിന്റേത്, ഒനീലിന്റേത്, അഭിലാഷിന്റേത്. കാരണം നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അവരായിരിക്കും അന്ന് ഇതുപോലെ ഇങ്ങനെ റൂമർ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കൺഫേം ആയിട്ട് അവരായിരിക്കും പോവാന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ. അതെ, തീർച്ചയായിട്ടും ഇത് PR-ന്റെ കളികൾ ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇനി ബാക്കിയുള്ള മത്സരാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ രഞ്ജിത്തേട്ടന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരാഴ്ചയെ നമുക്കറിയാവുന്നത് പോലെ സീസണിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന്റെ എല്ലാം ഒരു ദേഷ്യം, എന്നെ പെട്ടെന്ന് പുറത്താക്കിയതിന്റെ ദേഷ്യം ഇപ്പൊ വന്ന് കാണിക്കുകയാണ്. സാരി എടുത്ത് വരുന്നു, പോകുന്നു, എന്തൊക്കെയാ കാണിക്കുന്നു, റെനയുടെ വായിരിക്കുന്ന എല്ലാം വാങ്ങിക്കൂട്ടുന്നു. സത്യം പറഞ്ഞ ബോധമില്ലേ? ബോധമുള്ളവരിങ്ങനെ കാണിക്കൂല. ചേച്ചി ആരൊക്കെ ഇടയ്ക്ക് പറയുന്നത് നമ്മളിപ്പോ മത്സരാർത്ഥികളല്ല, ഗസ്റ്റ് ആയിട്ട് വന്നിട്ടാണ് ആ ഒരു ബോധം. അല്ല, നമ്മളൊരു വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് ചിലപ്പോ ഇങ്ങനെയാണോ പെരുമാറുന്നത്? മാന്യമായിട്ടുള്ളവരാരും ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാന്യത ഉള്ളവര് ഒരിക്കൽ അടിച്ചിറക്കി വിട്ട വീട്ടിലോട്ട് തിരിച്ചു കയറുമ്പോൾ അല്പമെങ്കിലും അന്തസ് കാണിക്കും എന്നുള്ളതാണ്. ഇത് ഒരെണ്ണത്തിന്റെ ഭാഗത്ത് നിന്നും അങ്ങനെയല്ല, എല്ലാം പരിപാടികളാണ് കാണിക്കുന്നത്. സാറ്റിസ്ഫാക്ഷൻ തോന്നിയത് ബിൻസിയുടെ കാര്യത്തിൽ മാത്രമാണ്. വലിയ കുഴപ്പമില്ല. കാരണം ബിൻസിയുടെ കാര്യത്തിൽ എനിക്ക് ഉള്ളിൽ ഇങ്ങനെ തോന്നിയതാണ്, പുള്ളിക്കാരി ആ സെക്കൻഡ് ഔട്ട് ആവേണ്ടായിരുന്നു. ഔട്ട് ആകാതെ നിന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പല ഗെയിമും മാറിയേനെ, ഈ എവിക്ഷനൊക്കെ ഒരുപാട് വ്യത്യാസം വന്നിരുന്നു തോന്നുന്നു. കാരണം പുള്ളിക്കാരി ഒരു പവർഫുൾ നല്ലൊരു ഗെയിമറായിട്ട് നമുക്ക് വേണമെങ്കിൽ കൂട്ടാൻ പറ്റുമായിരുന്നു പുള്ളിക്കാരി നിന്നിരുന്നെങ്കിൽ. കാരണം മസ്താനി എന്തോ വെറുതെ അവളെ ചാച്ചനെ പറ്റി പറയുമ്പോൾ നല്ല അണ്ണാക്കിൽ കൊടുക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ഈ അപ്പാനി ബിൻസി വിഷയം നമുക്കറിയാലോ ചേച്ചി, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ബിൻസിക്കായിരുന്നാലും അപ്പാനിക്കായിരുന്നാലും അനുമോൾ കാരണം തന്നെയാണ് വലിയ രീതിയിൽ ഡീഗ്രേഡിങ് പോയൊരു സംഭവമായിരുന്നു. പക്ഷെ അതിലൊക്കെ ബിൻസി വന്നിട്ട് തന്റെ ഭാഗം കറക്റ്റ് ആണെന്ന് ഇനിയെങ്കിലും പ്രേക്ഷകരെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് വന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. എന്തായാലും പുള്ളിക്കാരി മാത്രം വന്ന് കുറച്ച് ദേഷ്യപ്പെട്ടെങ്കിൽ പോലും അത് നല്ലതിനായിരുന്നു. അതെ, കാര്യമായിട്ട് പുള്ളിക്കാരിയുടെ ഒരു ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി. ശൈത്യ ആയിരുന്നാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ശൈത്യ പറയുന്നതിൽ ജെനുവിനിറ്റി കുറവുണ്ട്. പുള്ളിക്കാരി നുണയായിട്ടാ പറയുന്നത്. കാരണം പുള്ളിക്കാരി പറയുന്നത് എന്നെ അവള് കട്ടപ്പ എന്ന് പറഞ്ഞു, അത് കാരണം ഞാൻ ഭയങ്കരമായിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര സൈബർ ബുള്ളിങ് നേരിട്ടു. സത്യം പറഞ്ഞ ശൈത്യ കട്ടപ്പ തന്നെയാണ്. അതെ, ഇപ്പോഴും കട്ടപ്പേരെ പണിയല്ലേ ചെയ്യുന്ന. അനിമോളുടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് അന്ന് ആ സമയത്ത് പറഞ്ഞിട്ട് പോലും പലരോടും അനിമോള് പറഞ്ഞ കാര്യങ്ങൾ പോയി ശൈത്യ പറഞ്ഞിട്ടുണ്ട്. ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അനിമോള് കട്ടപ്പ എന്ന് ശൈത്യനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയാണ്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എന്നെ അവരങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, സൈബർ ബുള്ളിങ് എനിക്ക് നേരിടുന്നു എന്ന് കരഞ്ഞു മെഴുകിയിട്ടെന്ന ഒരു കാര്യമില്ല. ഇനി ഇതിൽ വന്ന് കരഞ്ഞു മെഴുകി ഇവളുടെ ഈ പേര് മാറുമെന്നാണ്. ഈ പേര് കൂടത്തേ ഉള്ളൂ. ഇനി കുറച്ചുകൂടെ സൈബർ ബുള്ളിങ് ഒരു വിവരം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗെയിമില് എന്തായാലും തിരിച്ചു കയറ്റുമ്പോ ബിഗ് ബോസ് പറയും പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയരുതെന്ന്. അവളുമാർ അതേ പറയുന്നുള്ളൂ. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കണക്കല്ലല്ലോ എന്നുള്ളതാണ് സത്യം. പിന്നെ ഇത്തവണത്തെ ഷോ ബിഗ് ബോസിൽ മണ്ടന്മാരുടെ ഷോ എന്ന് വേണം പറയാനായിട്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, നമുക്കിപ്പോ ഒരു സർട്ടൺ ഒരു സമയം കഴിയുമ്പോൾ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു റാണിയോ ഇന്ന ആളാണ് നല്ല ഹൈ ആയിട്ട് നിൽക്കുന്നതെന്ന് പറയാനെങ്കിലും പറ്റും. ഇപ്പൊ അതുപോലും ഇല്ല. ആര് വിജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിൽ ഒന്നിനും വിജയിച്ചു വരാനുള്ള ഒരു ഇതും ഇല്ല എന്നുള്ളതാണ്. ഒരു ക്വാളിറ്റി ഇല്ലാത്ത ടീമുകളാണ് ഇത്തവണ കയറിയത്. പിന്നെ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്നതല്ല. അതെ, കുറച്ച് പേര് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിലും റിയൽ മത്സരാർത്ഥികൾ വന്നിട്ടില്ല പുറത്തോട്ട്. അതിലും ഫേക്ക് ആയിട്ടുള്ളവർ തന്നെയാണ് വന്നേക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ 3 ദിവസം കൊണ്ട് മാറി മറിയാനൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് പഴയ മത്സരാർത്ഥികളെല്ലാം തിരിച്ചു പോകുമായിരിക്കും. സമാധാനം കിട്ടട്ടെ. അത് കഴിഞ്ഞിട്ട് സസ്പെൻസ് ആയിട്ട് എന്തെങ്കിലും ബിഗ് ബോസ് ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്നറിയില്ല. പിന്നെ ഒരുക്കാതെ പറ്റില്ലല്ലോ, ഇത്ര ഇനി അധികം കഴിഞ്ഞ തവണത്തെ പോലെയാണെങ്കിൽ ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഇന്ന് നടക്കേണ്ടതാണ്. എന്താണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും എല്ലാം കാത്തിരുന്ന് കാണാം. എന്തായാലും ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേറ്റുമായി വീണ്ടും വരേക്കും. ബൈ.